ഹായ് നമസ്കാരം. പുളിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള പുളി എടുത്ത് 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തെടുക്കണം. ശേഷം അത് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് ഒരു അരിപ്പയിലൂടെ അരിച്ച് ചണ്ടിയൊന്നും വരാത്ത രീതിയിൽ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതുപോലൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. അതുപോലെ 1 തണ്ട് കറിവേപ്പില, 2 അല്ലി ചുവന്ന മുളകും കൂടി ചേർത്ത് ഇതിലോട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്ത ഇഞ്ചി അതുപോലെ പച്ചമുളക് ചേർക്കണം. ഏകദേശം ഇത്രയും ക്വാണ്ടിറ്റി ഇഞ്ചി ചേർക്കണം. പച്ചമുളക് ഒരു 3-4 എണ്ണം ചെറിയ ഇതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഏകദേശം ഇഞ്ചിയുടെ കളറ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു പച്ചമണം പോയി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുക. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു നുള്ളു ഉപ്പും ചേർക്കുക. ഉപ്പ് വളരെ ചെറിയൊരു എമൗണ്ട് ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ പുളിഞ്ചിക്ക്. ഏത് മധുരം അടങ്ങിയ ഡിഷ് തയ്യാറാക്കുമ്പോൾ ഒരു നുള്ള് ഉപ്പ് ചേർത്താൽ ആ ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുകയാണ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ച പുളി ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തിട്ട് നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കണം. പുളിഞ്ചി നല്ലപോലെ തിളച്ച് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിനി ശർക്കര ചേർത്ത് കൊടുക്കേണ്ടത്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ കട്ട ശർക്കരയാണ് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ശർക്കര ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കുക. ശർക്കര ചേർക്കുമ്പോൾ പെട്ടെന്ന് കുറുകി വരും. ഇപ്പോൾ നമ്മളുടെ പുളിഞ്ചി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറിലോട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഉലുവ പൊടിച്ചത് ചേർക്കണം. 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അസഫോയിറ്റഡ് അല്ലെങ്കിൽ കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് നേരം സ്റ്റൗ സിമ്മിലാക്കിയിട്ട് ഒന്നും കൂടെ കുറുക്കിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകി വരും. അന്നേരം നല്ലൊരു ടേസ്റ്റാണ് പുളിഞ്ചിക്ക്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുളിഞ്ചി റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾക്കിത് തണുത്തതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ പുളിഞ്ചി നല്ല തണുത്ത് നല്ല സെറ്റായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്ത വേറൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ ബൈ.